Good morning. Today we are discussing about the French Revolution. The statements made by the rulers of France in the 17th and 18th centuries and the picture of Versailles Palace, which was the center of their power, are given in the box. What all information do you gather from these statements on the system of rule that existed in France then? Let us discuss. The first one, Louis XIV. I am the state. God has given absolute power to the king over his subjects, and only God has the authority to question him. ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് ലൂയി 14ൻ്റെ ഒരു കോട്ടിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ മീ ദ ഡെല്യൂക്ക്, എനിക്ക് ശേഷം പ്രളയം എന്ന് ലൂയി 15 പറഞ്ഞൊരു വേർഡ് കൊടുത്തിട്ടുണ്ട്. ഇഫ് ദേ കാൺട്ട് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് മേരി ആൻറ്റോയിനറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ കൊണ്ടും വേഴ്സൈസ് പാലസിൻ്റെ പിക്ചറും അവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? അവിടെ 2 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോക്രാറ്റിക് റൂൾ, രണ്ടാമത്തേത് റൂൾസ് വേഴ്സ് സ്ക്വാൻഡേർഡ്സ്. ഒന്നാമത്തേത് ഏകാധിപത്യ ഭരണം അല്ലെ, ഓട്ടോക്രാറ്റിക് റൂളാണ് അവിടെ ഉണ്ടായിരുന്നത്. രണ്ടാമത്തേത് അവിടെയുള്ള ഭരണാധികാരികൾ ധൂർത്തടിക്കുന്നവരായിരുന്നു, സ്ക്വാൻഡേഴ്സ് ആയിരുന്നു. അതായത് അവർക്ക് കേക്ക് കഴിക്കാനൊക്കെ ഉണ്ടാവും, അവർ മാക്സിമം എന്ത് വേണമെങ്കിലും കഴിക്കും. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് കേക്ക് പോയിട്ടൊരു ബ്രെഡ് പോലും കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഓട്ടോക്രാറ്റിക് റൂളാണ്. അവർ രാജാക്കന്മാർ ഭരിക്കുക, അവർ അധികാരത്തിലെത്തി അവരുടെ ഇഷ്ടത്തിന് ഭരിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. വാട്ട് കുഡ് ബി ദ പ്ലൈറ്റ് ഓഫ് ദ പീപ്പിൾ അണ്ടർ സച്ച് റൂൾ? ദ ഫോളോയിങ് ലൈൻസ് പോയിന്റ് ടുവാർഡ്സ് ഇറ്റ്. താഴെ പറയുന്ന വരികൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻ ഫ്രാൻസ് 9/10 ഓഫ് പോപ്പുലേഷൻ ഡൈഡ് ഓഫ് ഹങ്കർ ആൻഡ് 1/10 ഇൻഡൈജഷൻ. 9 ആൾക്കാരും മരിക്കുന്നത് വിശപ്പിലൂടെയാണ്, ദാരിദ്ര്യത്തിലൂടെയാണ്. പക്ഷേ ബാക്കിയുള്ള 1% 1/10 മരിക്കുന്നത് ഇൻഡൈജഷനിലൂടെയാണ്, അതായത് അജീർണം ബാധിച്ചിട്ടാണ്, ദഹനക്കേട് സംഭവിച്ചിട്ടാണ്. ഫ്രാൻസിൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെയാൾ ദഹനക്കേട് കൊണ്ടാണ് മരിക്കുന്നത്. It is clear from this that while the majority of France lived in misery, a minority, including the rulers, led a life of luxury and extravagance. This situation was the result of the social and economic inequality that existed in France. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയുള്ള ന്യൂനപക്ഷം ആൾക്കാരും ഭരണാധികാരികളിൽ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും കൊണ്ട് ജീവിക്കുന്നവരും മറ്റുള്ളവർ ദാരിദ്ര്യത്തിലും ദുരിതത്തിലും ജീവിക്കുന്നവരുമാണെന്നാണ്. The French society was divided into 3 strata and they were known as estates. Underline that sentence. You can find more information on such French society from the chart given. 3 തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത്. ആ 3 തട്ടുകളെ നമ്മൾ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ചാർട്ടിൽ നിന്ന് അടുത്ത ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ചാർട്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. 3 എസ്റ്റേറ്റുകളാണല്ലോ. ഫസ്റ്റ് എസ്റ്റേറ്റിലുള്ള ആൾക്കാർ ഭരണാധികാരികളാണ്, അതായത് ക്ലർജീസാണ്. ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ. ഏറ്റവും ഉയർന്ന ഭരണാധികാരിയിൽപ്പെട്ട ആൾക്കാരാണ് പുരോഹിതർ. എങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നാണ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, അവർക്ക് ഒരുപാട് ഭൂമി കൈവശമുണ്ടായിരുന്നു. കളക്റ്റഡ് ടാക്സ് കോൾഡ് തിതേ ഫ്രം ഫാമേഴ്സ്, കർഷകരിൽ നിന്ന് അവർ തിതേ എന്ന പേരിലുള്ള ടാക്സ് കളക്ട് ചെയ്തു. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, എല്ലാ ടാക്സസിൽ നിന്നും ഇവർക്ക് എക്സംഷൻ ആയിരുന്നു, ഇവരെ ഒഴിവാക്കപ്പെട്ടിരുന്നു. കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസ്, ഭരണത്തിലെയും സൈന്യത്തിലെയും ഒക്കെ ഉയർന്ന പദവികളുള്ള ആൾക്കാരായിരുന്നു ക്ലർജീസ്. ദെൻ ദ സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി, പ്രഭുക്കന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെ പറയുന്ന പേരാണ് പ്രഭുക്കന്മാർ, നോബിൾസ്. അവർ ജീവിച്ച രീതികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ്,
അവർ മിലിറ്ററി സർവീസിൽ എൻഗേജ്ഡ് ആയിരുന്നു, അതായത് അവിടുത്തെ സൈന്യ സേവനം നടത്തുന്നത് അവരായിരുന്നു. കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ഫാർമേഴ്സ്, അവരെല്ലാം ഫാർമേഴ്സിൽ നിന്ന് ടാക്സസ് കളക്ട് ചെയ്തു. മെയ്ഡ് ഫാർമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസ്, അവർ വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. എക്സംപ്റ്റഡ് ഫ്രം ടാക്സസ്, എല്ലാ ടാക്സസും അവരും ഈ നോബിൾസും ഒഴിവാക്കപ്പെട്ടിരുന്നു. ലക്ഷൂറിയസ് ലൈഫ്, അവർ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫാണ്, ആഡംബര ജീവിതമാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഹെൽവാസ് ലാൻഡ്, അവരുടെ കയ്യിലും ധാരാളം ഭൂമി കൈവശമുണ്ടായിരുന്നു. തേർഡ് എസ്റ്റേറ്റ്, ദ മിഡിൽ ക്ലാസ് ഇൻക്ലൂഡിംഗ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്, ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്മെൻസ്, ഇത്രയും പേരുമുണ്ടായിരുന്നത് തേർഡ് എസ്റ്റേറ്റിലായിരുന്നു. അവരുടെ ജീവിത രീതി, നോ റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ, അവർക്ക് ഒരു അഡ്മിനിസ്ട്രേഷനിലും ഒരു റോളും ഉണ്ടായിരുന്നില്ല. പെയ്ഡ് ലാൻഡ് ടാക്സ് നെയിംലി തേയിലെ ടു ദ ഗവൺമെൻറ്റിന് തേയിലെ എന്നൊരു ടാക്സ് കൊടുക്കേണ്ടതായി വന്നു. ലോ സോഷ്യൽ സ്റ്റാറ്റസ്, അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് കുറവായിരുന്നു, താഴ്ന്ന സമൂഹ പദവിയായിരുന്നു ഉണ്ടായിരുന്നത്. പെയ്ഡ് ടാക്സസ് ടു ക്ലേർജി ആൻഡ് നോബിൾസ്, ക്ലേർജിക്കും നോബിൾസിനും അവരെന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യണം. ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ, തേർഡ് എസ്റ്റേറ്റിൽ പറഞ്ഞ ആൾക്കാർ മുഴുവൻ, മുകളിൽ പറഞ്ഞിട്ടുള്ള സെക്കൻഡ് എസ്റ്റേറ്റിനും അതുപോലെ ഫസ്റ്റ് എസ്റ്റേറ്റിനും ക്ലേർജിക്കും നോബിൾസിനും ടാക്സസ് കൊടുക്കേണ്ടതായിരുന്നു. താഴെ ഒരു ഗ്രീൻ കളർ ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ്. ഐഡിയോളജീസ് ഇൻസ്പയർ. Various thinkers and streams of thought in France played an important role in making their people aware of the inequalities and exploitation. ഇനീക്വാലിറ്റീസും എക്സ്പ്ലോയിറ്റേഷനും കുറിച്ച് അവിടുത്തെ പീപ്പിൾസിനെ ബോധവാന്മാരാക്കാനായിട്ട് അവിടുത്തെ തിങ്കേഴ്സ് ശ്രമിച്ചു. The three main thinkers are there. First one Voltaire, second Rousseau, and third Montesquieu. Voltaire ridiculed the exploitation of clergy, promoted rational thinking ideals of equality and humanism. പുരോഹിതന്മാരുടെ, അതായത് ക്ലർജിയുടെ ചൂഷണത്തെ വോൾട്ടയർ പരിഹസിച്ചു. രണ്ടാമത്തെ പോയിന്റ് യുക്തിചിന്ത, അതായത് റേഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഈക്വാലിറ്റി, സമത്വം, മനുഷ്യസ്നേഹം, ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. സെക്കൻഡ് വൺ ഈസ് റൂസോ. Spelled out the importance of freedom with the statement, man is born free, but everywhere he is in chains. മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായാണ്, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന പ്രസ്താവനയായിരുന്നു റൂസോ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. Declared that the people are the sovereign, ജനങ്ങളാണ് പരമാധികാരി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. റൂസോയുടെ ഈ വേർഡിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് പഠിക്കുക. ആ വേർഡ് ആരാണ് പറഞ്ഞത് എന്നതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ദെൻ ദ തേർഡ് വൺ Montesquieu encouraged democracy and the republic. ജനാധിപത്യത്തെ, ഡെമോക്രസിയെയും റിപ്പബ്ലിക്കിനെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. Suggested division of powers of the government into legislature, executive and judiciary. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറുമായിട്ട് ഈ വിഭാഗങ്ങളെ തിരിക്കണമെന്ന് ആര് പറഞ്ഞു? മോണ്ടെസ്ക്യൂ അഭിപ്രായപ്പെട്ടു. തിങ്കേഴ്സിൻ്റെ ഈ ഓരോ ഐഡിയോളജീസ് കൊണ്ടും അവിടെ ദ തേർഡ് എസ്റ്റേറ്റ് ടേക്സ് ദി ലെഡ്, അവർ മുന്നേറാനായിട്ട് തുടങ്ങി. ദ തേർഡ് എസ്റ്റേറ്റ് ടേക്സ് ദ ലെഡ്. ദ ലക്ഷൂറിയസ് life and squander of the Bourbon kings, clergy and lords, and the frequent wars they waged, along with the frequent spells of drought and crop failure, brought France to the brink of bankruptcy. ഫ്രാൻസിലുള്ള ബോർബൺ കിങ്സും ക്ലർജിയും അതുപോലെ തന്നെ ലോർഡ്സും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, ഈ ആൾക്കാർക്കൊക്കെ ആഡംബര ജീവിതം നയിക്കുകയും അവരുടെ ധൂർത്തും യുദ്ധങ്ങളും എന്നിവയുടെ തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും എല്ലാം കൊണ്ടും ഫ്രാൻസിൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ് വളരെ പുറകിലായി. The financial and military assistance given to American colonies in the American War of Independence also aggravated the financial crisis in France. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് കോളനികൾക്ക് സമ്പത്തും സൈന്യവും ഒക്കെ നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചിരുന്നു.
അത് വളരെ സാമ്പത്തികം പ്രതിസന്ധി ഉണ്ടാക്കി. ജനങ്ങളുടെ മേൽ പുതിയ ടാക്സസ് 1789 ലൂയിസ് 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. അതായത് ദ ലെവി ന്യൂ ടാക്സസ് അപ്പോൺ കമ്മേണേഴ്സ് ലൂയിസ് 16 summoned the States General, the Legislative Assembly of the Representatives from all the 3 estates in 1789. 1789 ഇങ്ങനെ ഒരു ലൂയിസ് 16 ചെയ്തതാണ്. എന്ത്? സ്റ്റേറ്റ് ജനറൽ, ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഓൾ ദ 3 സ്റ്റേറ്റ്സ്, 3 സ്റ്റേറ്റ്സിലെയും ആൾക്കാരിനെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ച് ടാക്സസ് കളക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. Similar to the French society, the State General also had 3 states. ഫ്രഞ്ച് സൊസൈറ്റിയെ പോലെ തന്നെ സ്റ്റേറ്റ് ജനറലിന് 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ട്രഡീഷണലി ഈച്ച് എസ്റ്റേറ്റ് വുഡ് വോട്ട് ആസ് എ ഗ്രൂപ്പ് ആൻഡ് ഹാഡ് 1 വോട്ട്. 3 എസ്റ്റേറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന സമ്പ്രദായം മതി, ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്ന് രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ, അതായത് നോബിൾസും ക്ലർജീൻ്റെയും എസ്റ്റേറ്റുകൾ തീരുമാനിച്ചു. അവരതിനു വേണ്ടി വാദിച്ചു. The first 2 estates argued for the estate-wise single voting system, while the third estate, that is common എന്നറിയപ്പെടുന്ന തേർഡ് എസ്റ്റേറ്റുകാർ പറഞ്ഞത് demanded individual vote for each member of the 3 estate. 3 എസ്റ്റേറ്റിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വോട്ട് ചെയ്യണമെന്ന് അവർ വാദിച്ചു, അവർ വേണമെന്ന് ആവശ്യപ്പെട്ടു. While the arguments went on, the members of the Third Estate declared themselves as the National Assembly of France. അവർ സ്വയമേ തീരുമാനിച്ചു ഞങ്ങളാണ് നാഷണൽ അസംബ്ലി എന്ന്. തേർഡ് എസ്റ്റേറ്റിലുള്ള ആൾക്കാർ ഒരു തീരുമാനം പുറപ്പെടുവിച്ചു. They assembled in the tennis court nearby and swore not to leave until they had framed a constitution of France. ഞങ്ങൾ ഒരിക്കലും അവിടെ നിന്നും പിന്മാറില്ല. അതായത് ഒരു ടെന്നീസ് കോർട്ടിൽ അവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ചേർന്നു. അതിനുശേഷം ഞങ്ങൾ ഇനി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രാൻസിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാതെ ഇവിടുന്ന് പിന്മാറില്ല എന്ന് ഉറച്ച തീരുമാനം എടുക്കുകയും ചെയ്തു. ദിസ് ഈവൻറ്റ് ഈസ് നോൺ ആസ് ദ ടെന്നീസ് കോർട്ട് ഓത്ത്. അവിടെ പ്രതിജ്ഞ ചെയ്തതാണ്, അതുകൊണ്ട് അതിനറിയപ്പെടുന്നത് ടെന്നീസ് കോർട്ട് ഓത്ത് എന്നറിയപ്പെടുന്നു. ആ ടെന്നീസ് കോർട്ട് ഓത്ത് എന്താണെന്ന് ചോദിക്കാം, പരീക്ഷയ്ക്ക് പഠിക്കണം, മാർക്ക് ചെയ്ത് വയ്ക്കുക, അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. 14th July 1789, വർഷവും മാസവും തീയതിയും ഓർത്തു വെക്കണം. റെവല്യൂഷണറീസ് stormed with the slogan Liberty, Equality and Fraternity, demolished the Bastille prison, the symbol of Bourbon monarchy. This event is considered as the commencement of the French Revolution. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് 1789 ജൂലൈ 14th ആണ്. അപ്പോൾ അവിടെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ, എന്നീ സ്ലോഗൻസ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആൾക്കാർ, അതായത് ഈ കോമൺസ്, ബോർബൺ രാജാക്കന്മാരുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെയാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത്. 12th August 1789, അത് 12th August ആയപ്പോഴത്തേക്കും ദ നാഷണൽ അസംബ്ലി പാസ്ഡ് ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ. അന്ന് ദേശീയ അസംബ്ലി മനുഷ്യ അവകാശ പ്രഖ്യാപനം പാസ്സാക്കി. മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവകാശങ്ങളെല്ലാം കൂടി എഴുതി ചേർത്തുകൊണ്ട് മനുഷ്യന് എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അത് നിയമം പാസ്സാക്കി. ഒക്ടോബർ 1789 ഒക്ടോബർ ആയപ്പോഴത്തേക്കും thousands of women marched from Paris to the Palace of Versailles with the slogan Give us bread. സ്ത്രീകൾ ഈ ഒക്ടോബർ മാസം സ്ത്രീകൾ അവിടെ എന്ത് ചെയ്തു? ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം, എനിക്ക് ഭക്ഷണം വേണം, ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യത്തോടു കൂടി വേഴ്സസ് പാലസിലേക്ക് ഒരു മാർച്ച് നടത്തി. സെപ്റ്റംബർ 1792 ആയപ്പോഴത്തേക്കും the National Convention formed as per the new constitution proclaimed France as a republic. പുതുതായി രൂപീകരിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. ഈ ടൈം ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 14th July 1789 തുടങ്ങിയിട്ട് സെപ്റ്റംബർ 1792 ആകുമ്പോഴത്തേക്കും ഫ്രഞ്ച് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ സഹോദര്യം സ്ലോഗൻ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഒക്കെ ആയിരുന്നു അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന സ്ലോഗൻസ്.
അതിന് വേണ്ടിയിട്ട് 3 പ്രധാനപ്പെട്ട റൈറ്റേഴ്സും തിങ്കേഴ്സുമായിരുന്നു വോൾട്ടയർ, റൂസോ ആൻഡ് മോണ്ടെസ്ക്യൂ. ഇതിൽ നമ്മൾ 3 എസ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എസ്റ്റേറ്റ്. ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക ടെക്സ്റ്റ് ബുക്കിൽ. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്